ആവേശകരമായ പോരാട്ടങ്ങൾ പുരോഗമിക്കവേ ചിരവേദികളായ ഇന്ത്യയോടേറ്റ കനത്ത തോൽവി പാകിസ്ഥാൻ ക്രിക്കറ്റിൽ വലിയൊരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 61 റൺസിന് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തുവിട്ടതോടെ ടീമിനെതിരെ മുൻ താരങ്ങളും ആരാധകരും ഒരുപോലെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പരാജയത്തിന് പിന്നാലെ പാകിസ്ഥാൻ ടീമിനെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് മുൻ താരം ഡാനിഷ് കനേരിയ രംഗത്തെത്തിയത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വലിയ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു എന്നാണ് കനേരിയ തുറന്നടിച്ചത്. പാക് ടീമിന്റെ പ്രകടനം അങ്ങേയറ്റം പരിതാപകരമാണെന്നും ഇതിനേക്കാൾ ഭേദം കളം വിട്ടുപോകുന്നതായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യയുടെ ആധിപത്യമാണ് മൈതാനത്ത് കാണാൻ സാധിച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരേപോലെ തിളങ്ങിയ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ പോരാട്ടം വെറും 114 റൺസിൽ അവസാനിച്ചു. ബാറ്റിംഗ് നിര പൂർണ്ണമായും തകർന്നടിച്ചപ്പോൾ ഇന്ത്യൻ ബൗളർമാർ പാക് വിക്കറ്റുകൾ എളുപ്പത്തിൽ പിഴുതെടുത്തു. ഈ തോൽവിയോടെ പാകിസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് അവരുടെ സൂപ്പർ 8 പ്രതീക്ഷകൾക്ക് കനത്ത ആഘാതമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം തുടർച്ചയായ വിജയങ്ങളുമായി ഇന്ത്യ നേരത്തെ തന്നെ സൂപ്പർ 8 ഘട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ നില പരുങ്ങലിലാണ്. അടുത്ത മത്സരത്തിൽ നമീബിയയെ വൻ മാർജിനിൽ തോൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് ടൂർണമെന്റിൽ നേരിയ പ്രതീക്ഷയെങ്കിലും നിലനിർത്താൻ സാധിക്കൂ. ടൂർണമെന്റിലെ അപ്രതീക്ഷിത കുറിപ്പ് നടത്തുന്ന അമേരിക്കയിൽ നിന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. നിലവിൽ 4 പോയിന്റും പ്ലസ് 0.787 എന്ന മികച്ച റണ്ണേറ്റമുള്ള അമേരിക്ക 2-ാം സ്ഥാനത്തുണ്ട്. പാകിസ്ഥാൻ നമീബിയയോട് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ കുറഞ്ഞ റൺ റേറ്റിൽ വിജയിക്കുകയോ ചെയ്താൽ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ സൂപ്പർ 8 യോഗ്യത നേടാൻ സാധിക്കും. ഒരു വലിയ ക്രിക്കറ്റ് ശക്തിയായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ പോലൊരു ടീമിനോട് മത്സരിക്കേണ്ടി വരുന്നത് തന്നെ വലിയ തിരിച്ചടിയായാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. ടീമിലെ മുതിർന്ന താരങ്ങളുടെ ഫോമില്ലായ്മയും കൃത്യമായ പ്ലാനിങ്ങിന്റെ കുറവും ഈ ലോകകപ്പിൽ പാകിസ്ഥാനെ വലയ്ക്കുന്നുണ്ട്. ഈ ലോകകപ്പിന് മുമ്പ് നടന്ന രാഷ്ട്രീയ നാടകങ്ങളും ഈ തോൽവിയോടെ വീണ്ടും ചർച്ചയാവുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് വരാൻ വിസമ്മതിച്ച ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലാൻഡിനെ ടൂർണമെന്റിൽ ഉൾപ്പെടുത്തിയതായിരുന്നു എല്ലാ വിവാദങ്ങൾക്കും തുടക്കം. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ നിലപാടെടുത്തിരുന്നു. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ICCയോട് തങ്ങളുടെ വിയോജിപ്പ് അറിയിക്കുമെന്നും പാക് ക്രിക്കറ്റ് ബോർഡ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ICC കർശന നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ അവർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇത്രയധികം വാശി പിടിച്ച് കളത്തിലിറങ്ങിയ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോയതായാണ് ആരാധകരെ ചൊടിപ്പിക്കുന്നത്. ഡാനിഷ് കനേരിയയുടെ വാക്കുകൾ പാക് ക്രിക്കറ്റ് ബോർഡിനും ടീമിനും വലിയ പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ വെറും വാചക കസർത്തിന് പകരം പ്രകടനത്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം ടീമിന്റെ പോരായ്മകൾ പരിഹരിക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടതെന്നാണ് സോഷ്യൽ മീഡിയയിലും വിമർശനങ്ങൾ ഉയരുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സെലക്ഷനിലെ പിഴവുകളും ഈ തോൽവിക്ക് കാരണമായെന്ന് മുൻ ക്യാപ്റ്റന്മാരും അഭിപ്രായപ്പെടുന്നു. നമീബിയക്കെതിരായ മത്സരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതിൽ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ പാക് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി ഈ ലോകകപ്പ് മാറും. അമേരിക്കയുടെ മികച്ച ഫോം പാകിസ്ഥാൻ ക്യാമ്പിൽ വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. വലിയ ടീമുകൾക്കെതിരെ മികച്ച പ്രകടനം നടത്തുന്ന അമേരിക്കയ്ക്ക് സൂപ്പർ 8ലേക്ക് വഴി തുറക്കുന്നത് ലോക ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമാകും. ഇന്ത്യ ആകട്ടെ തങ്ങളുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് കിരീട പ്രതീക്ഷയോടെ മുന്നേറുകയാണ്. പാകിസ്ഥാനെതിരായ ഈ വലിയ വിജയം ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ എങ്ങനെ ഈ തകർച്ചയിൽ നിന്ന് കരകയറുമെന്നാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്. ബോർഡും താരങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കുകയും നമീബിയക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ലോകകപ്പിൽ തുടർന്ന് പോകാൻ സാധിക്കുകയുള്ളൂ.